കായംകുളത്ത് വാഹനാപകടത്തിൽപ്പെട്ട യുവതിക്ക് നേരെ ലൈംഗികാതിക്രമമെന്ന് പരാതി. കൊല്ലം സ്വദേശിയായ 25-കാരിയാണ് പരാതി നൽകിയത്. കായംകുളം സ്വദേശിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവുമായ സിനിൽ സബാദിനെതിരെയാണ് പരാതി. സംഭവത്തിൽ കേസെടുത്ത പോലീസ് സിനിലിനെ നോട്ടീസ് നൽകി വിട്ടയച്ചതായും വിവാദമായി. കഴിഞ്ഞ 4-നായിരുന്നു സംഭവം. യുവതി സഞ്ചരിച്ച വാഹനം കായംകുളം KPSC ജംഗ്ഷനു സമീപം രാത്രി 12:30-ഓടെ അപകടത്തിൽപ്പെട്ടു. രക്ഷാപ്രവർത്തനത്തിനെത്തിയ സംഘത്തിൽ സിനിൽ സബാദുമുണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ യുവതിയുടെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചെന്നാണ് പരാതി. സംഭവ ദിവസം തന്നെ യുവതി പരാതി പോലീസിനെ അറിയിച്ചെങ്കിലും നടപടിയെടുത്തില്ലെന്നും വിമർശനം. അപ്പോൾ എന്റെ കരച്ചിലോട്ട് ഇവർ വിചാരിക്കണം ഞാൻ ആക്സിഡന്റ് വേദനിച്ചിട്ട് കരയാണെന്നാ. പക്ഷെ പുള്ളി ആ സമയത്ത് പുള്ളിക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് ഡോക്ടർ ഒന്ന് മാറി ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയ സമയത്ത് പുള്ളി നേരെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നടന്ന ഒരു സംഭവത്തിലും തനിക്ക് ഒരു പരാതിയുമില്ല, ഇയാൾക്കൊന്നും സംഭവിച്ചിട്ടുമില്ല, തനിക്കൊരു പ്രശ്നവുമില്ല, ഇവിടുന്ന് റെഫറൻസ് എടുത്ത് നിങ്ങളുടെ നാട്ടിൽ എവിടാന്ന് വെച്ചാൽ നിങ്ങൾ പോയി ചികിത്സിച്ചോണം. പറഞ്ഞ മനസ്സിലായല്ലോ, പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോക്കണം. കായംകുളം പോലീസ് ആരോപണ വിധേയന് നോട്ടീസ് നൽകി വിട്ടയക്കുകയായിരുന്നു. കായംകുളത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതാവാണ് സിനിൽ സബാദ്. സംഭവം വിവാദമായതിനു പിന്നാലെ സിനിൽ ഒളിവിൽ പോയി. കേസ് ഒതുക്കി തീർക്കാൻ സിനിൽ ഉന്നത ഇടപെടൽ നടത്തിയെന്നും ആരോപണമുണ്ട്. ഒളിവിൽ തുടരുന്ന സിനിലിനായി പോലീസ് അന്വേഷണം തുടങ്ങി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.